മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്ന് വിമാനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് UAE വ്യവസായ മന്ത്രി ലോകത്തോട് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു വ്യവസായ മന്ത്രി എത്രത്തോളമാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് ഓരോ ഭാരതീയനും കേൾക്കേണ്ടത് തന്നെയാണ്. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അവിടുത്തെ രാജാക്കന്മാർ പോലും, അവിടുത്തെ സുൽത്താൻമാർ പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്രത്തോളം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതൊക്കെ ഇവിടെയുള്ള ജിഹാദികൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പോലും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിലെ ജിഹാദികൾ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നു? ഈ ജിഹാദികൾക്ക് UAE രാജാക്കന്മാരെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും സകല ആളുകൾ തിരിച്ചറിയണം. ഇത് വെറുതെ പറയല്ല. UAE അടുത്ത് പോലും മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചതിന്റെ കാരണം ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് അവർ കൃത്യമായിട്ട് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്? അത് കേരളത്തിലെ മലയാളികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാ. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ കാരണം അവർ ചാരിറ്റി, സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ, UAE തകർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് രീതിയിൽ? സന്നദ്ധ പ്രവർത്തനം, ചാരിറ്റിയിലൂടെയാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് ജിഹാദിസം ഒളിച്ചു കടത്തുന്നത്. അതിലൂടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുന്നു. നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെയും സന്നദ്ധ പ്രവർത്തനവും ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് ജിഹാദിസം ഒളിച്ചു കടത്തുന്നവരെ ഒന്ന് ചിന്തിച്ചാൽ ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കൂലേ? ഈ ചാരിറ്റിയും സന്നദ്ധ പ്രവർത്തനവും ജിഹാദിസുമായിട്ട് വരുന്നവരും നല്ല ഒന്നാം തരം അപകടകാരികളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഇത് ഞാനോ ഏതെങ്കിലും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ നല്ല വിളിച്ചു വരുന്നത്. കൃത്യമായിട്ട് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE ആണ് വ്യക്തമായിട്ട് ലോകത്തോട് പറയുന്നത്. ചാരിറ്റിയും സന്നദ്ധ പ്രവർത്തനമൊക്കെ ആയിട്ട് ജിഹാദിസം ഒളിച്ചു കടത്താൻ ആളുകൾ നാനാഭാഗത്തും റെഡിയാണ് എന്നുള്ളത് ഇതൊക്കെ തന്നെ മലയാളികൾ തിരിച്ചറിയുക. മുസ്ലിം ബ്രദർഹുഡിലേക്ക് നിരോധിച്ചതോടുകൂടിയിട്ട് UAE-ക്കെതിരെയുമാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജിഹാദികൾ എന്നുള്ളതും തിരിച്ചറിയുക. ഏതായാലും UAE-യിലെ വ്യവസായ മന്ത്രി സുൽത്താൻ അഹമ്മദ് അൽ ജാബർ ലോകത്തോട് പ്രഖ്യാപിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടോക്കൂ. As Prime Minister Narendra Modi put it so clearly, India does not do progress in increments. It goes for quantum leaps. And progress at this pace and growth at this scale demands a special kind of partnership. Partnership that is strategic, long-term, agile, and flexible. Partnership that is steadfast, dependable, reliable, principled, and consistent. And partnership that is based on trust. And partnership that will endure through thick and thin. That is precisely what defines the UAE-India partnership. And when it comes to energy, as India consumes more crude to fuel its refineries, ADNOC is proud to be a trusted, dependable supplier. UAE-യുടെ നാഷണൽ ഓയിൽ കമ്പനി മേധാവി കൂടിയാണ്, വ്യവസായ മന്ത്രിയാണ്, UAE ഭരണാധികാരികളിൽ വളരെ പ്രധാനിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച്, നമ്മുടെ ഭാരതത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളത്. ഞാനതൊന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ഇന്ത്യ പടിപടിയായുള്ള പുരോഗതി അല്ല കാണിക്കുന്നത്, പുരോഗതിയിലേക്കുള്ള വൻ കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത്. ഈ വേഗതയിലുള്ള പുരോഗതിയും ഈ തോതിലുള്ള വളർച്ചയും ഒരു പ്രത്യേകതരം പങ്കാളിത്തം ആവശ്യപ്പെടുന്നു. തന്ത്രപരവും ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ളതും ചടുലവും
വഴക്കുള്ളതുമായ ഒരു പങ്കാളിത്തം, സ്ഥിരവും ആശ്രയിക്കാവുന്നതുമായ ഒരു പങ്കാളിത്തം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തം, കട്ടിയുള്ളതും ബലവുമുള്ളതുമായ ഒരു പങ്കാളിത്തം. UAE ഇന്ത്യ പങ്കാളിത്തത്തെ കൃത്യമായി നിർവചിക്കുന്നത് ഇതാണ്. ഊർജത്തിന്റെ കാര്യം വരുമ്പോൾ ഇന്ത്യ അതിന്റെ ശുദ്ധീകരണശാലകൾക്ക് ഇന്ധനം നൽകാൻ കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നതിനാൽ വിശ്വസനീയവും ആശ്രയിക്കാവുന്നതുമായ ഒരു വിതരണക്കാരനായിരിക്കുന്നതിൽ അഡ്നോക്ക് അഭിമാനിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം പടിപടിയായിട്ടല്ല ഉയരുന്നത്, മറിച്ച് വൻ കുതിച്ചു ചാട്ടമാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ നടത്തുന്നത് എന്നാണ് UAE വ്യവസായ മന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് വളരെ വളരെ ഏറെ പ്രിയപ്പെട്ടവനായിട്ടാ. എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ ജിഹാദികള് വലിയ രീതിയിലോ മുസ്ലിം വിരുദ്ധരാണോ എന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിലെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഈ മോദി യുഗത്തിൽ, മോദിയുടെ കാലഘട്ടത്തിൽ UAEയിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് UAE പൊതുവെ എണ്ണപ്പാടങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട എണ്ണകളൊക്കെയായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അമേരിക്കൻ വൻകിട കമ്പനികളെയാണ് ഒരുപാട് കാലമായിട്ട് ആശ്രയിക്കാറുള്ളത്. എന്നാൽ മോദിയുടെ കാലഘട്ടമായതോടുകൂടിയിട്ട്, ഞാനൊരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്നത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, ഭാരത് പെട്രോളിയം ഒക്കെ സംയുക്തമായിട്ട് UAE നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ, ഭാരത് പെട്രോളിയത്തിലേക്ക് ഒരു മേഖല ഏൽപ്പിച്ചിട്ടുണ്ട്. എണ്ണ കണ്ടെത്താനും ഓയിൽ കണ്ടെത്താനും കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനികള്, ഇന്ത്യ വ്യക്തമായിട്ട് ഈ ഓയിൽ എണ്ണയൊക്കെ കണ്ടെത്തുകയും ചെയ്തു എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് UAE ഒക്കെ അമേരിക്കൻ വൻകിട കമ്പനികളെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയെ അവരുടെ മേഖലകളിലെ എണ്ണ കണ്ടെത്താൻ പോലും നമ്മുടെ രാജ്യത്തെ ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ വളർത്തിയിരിക്കുന്നു. ഒരുപാട് കാലമായിട്ട് അമേരിക്കയെ വിശ്വസിച്ച് മുന്നോട്ട് പോയ UAE നരേന്ദ്രമോദിയുടെ കാലഘട്ടമായപ്പോ UAE നമ്മുടെ രാജ്യത്തെയാണ് വിശ്വസിക്കുന്നത്. അത് വലിയ ആത്മാർത്ഥമായിട്ട്. നമ്മുടെ രാജ്യം UAEക്ക് എന്ത് സംഭവിച്ചാലും, എന്ത് ഉലച്ചിൽ സംഭവിച്ചാലും നമ്മൾ സൈനികപരമായിട്ട് പോലും അവർക്ക് സുരക്ഷ കൊടുക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കരസേനാ മേധാവിമാര് പോലും അവിടേക്ക് എത്തിയിട്ട്, കരസേനാ മേധാവി ഈ അടുത്താണ് UAEയിലേക്ക് എത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളതും സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ. നരേന്ദ്രമോദിയെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇതൊക്കെ കേരളത്തിലെ മോദി വിരുദ്ധർക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക?